റെക്കോർഡ് 1950 വന്നതാണ്. ഇത് പാട്ടല്ല, ഇത് ഒരു സ്കൂൾ പാഠ്യപദ്ധതിയിൽ വന്ന ഒരു റെക്കോർഡാണ്. പക്ഷെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അറിവുള്ളവർ ഞങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ പാട്ട് നമ്മൾക്ക് ഏത് പാട്ടും എപ്പോൾ വേണമെങ്കിലും കേൾക്കാൻ കഴിയും. പക്ഷെ ഇത്തരം ഇതിൽ നുറുങ്ങ് പാട്ടുകളാണ്. 2-3 പദ്യങ്ങളുണ്ട്, 2 പദ്യം, നുറുങ്ങ് പദ്യങ്ങളാണ്. അതിന്നിപ്പോൾ നമ്മൾക്ക് കേട്ടിട്ടുള്ളവരുണ്ടോയെന്നറിയില്ല. എങ്കിലും ഞങ്ങളിത് കേൾപ്പിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇത്തരം റെക്കോർഡുകൾ പാട്ടുകളൊന്നും ആരും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം പാട്ടാണെങ്കിൽ എല്ലാവരും അപ്ലോഡ് ചെയ്യും, പക്ഷെ ഇങ്ങനെയുള്ള ഇതൊന്നും ആരും അപ്ലോഡ് ചെയ്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഇത്തരം കളക്ഷൻ ഉള്ളവർ ആരും തന്നെ ഇത് അപ്ലോഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കളക്ഷൻ ഉള്ളവരുണ്ടായിരിക്കും, പക്ഷെ ആരും അത് അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടില്ല. മലയാള പുസ്തകം എടുത്ത ഇന്നത്തെ പാട്ട് വായിക്കൂ. എന്താണോ വായിക്കുന്നത്? കഴുത. അതെ, അത് തന്നെ. പശു ഒരു കാളയാണെന്നാണോ പുസ്തകത്തില്? മുറുകോ? അക്ഷരം പറയൂട്ടി. ആരാ പുസ്തകത്തിൽ ഒളിഞ്ഞു നോക്കുന്നത്? എന്താണോ ബാല? അവന്റെ പുസ്തകത്തിൽ പശുവിന്റെ പാഠമല്ല സാർ, അവൻ മനസ്സിലെടുത്ത് വായിക്കുക. അങ്ങനെയാണോ? എനിക്ക് പുസ്തകമില്ല സാർ, ഇത് പെങ്ങത്ര പുസ്തകമാണ്. ഓഹോ, നിങ്ങൾക്ക് DC പുസ്തകം കിട്ടാതായിട്ടില്ല അല്ലേ? സ്കൂൾ പൂട്ടാറാകുമ്പോഴേക്കും കിട്ടും അല്ലേ? അതെ സാർ, അപ്പൊ ഞാൻ ദിവസവും വായിച്ചോണ്ട് വരാം. പഠിക്കാം, വളരെ പഠിക്കാം. അവിടെ പദ്യം ഏതാ പഠിക്കാൻ പറഞ്ഞിരുന്നത് മേരി? ദാരിദ്ര്യമാണ് സാർ. വേണ്ട, കുറച്ച് എല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് ചൊല്ലു. ഇനി ദാരിദ്ര്യം ഓരോരുത്തരായി കൊല്ലു. ഭാസ്കരൻ. നെക്സ്റ്റ്. നെക്സ്റ്റ്.